ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് സിനിമ തിയേറ്ററിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ വാഴ മൂവി കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ തൊടുപുഴ ആശീർവാദിലാണ് കേട്ടോ ഞങ്ങളുള്ളത്. അപ്പോൾ ഞങ്ങൾ പോകുന്ന നോക്കി തന്നെ ചായയും സ്നാക്സും ഒക്കെ മേടിച്ചുകൊണ്ട് പോയിട്ടാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ അവിടെ നല്ല തിരക്കായതുകൊണ്ട് ഇൻ്റർവെല്ലിന് കിട്ടാൻ താമസം ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ പോകുന്ന നോക്കി തന്നെ ചായയും സ്നാക്സും എല്ലാം മേടിച്ച് ക്യാഷൊക്കെ പേ ചെയ്തിട്ടാണ് കേട്ടോ കയറിയത്. അപ്പോൾ അത് മാത്രമല്ല, ഞങ്ങൾക്ക് ഫസ്റ്റിൽ സീറ്റാണ് കേട്ടോ കിട്ടിയത്. ഞങ്ങൾ ലാസ്റ്റായിരുന്നു വന്നത്, അതുകൊണ്ട് ഫസ്റ്റിൽ സീറ്റാണ് കിട്ടിയത്. പിന്നെ ബുക്ക് ചെയ്തിട്ടും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റെങ്കിൽ ഫസ്റ്റ് കാണാലോ എന്ന് ഓർത്ത് പിന്നെ ഞങ്ങളങ്ങനെ കയറി ഇങ്ങനെ സിനിമയൊക്കെ കണ്ട് പിന്നെ ഇൻ്റർവ്യൂവിലൊക്കെ ആയ സമയത്ത് നാഫി വീണ്ടും പോയായിരുന്നു കേട്ടോ ചായയൊക്കെ മേടിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ പടമൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഒക്കെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇലക്ഷൻ്റെ അന്നാണ് സിനിമയ്ക്ക് പോയത്, വോട്ടിനല്ല സിനിമയ്ക്ക് പോയത്. അപ്പോൾ ഒക്കെ ഇല്ലായിരുന്നു കേട്ടോ, ഞാനും പിള്ളേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒക്കെ ഷോപ്പിലുണ്ട്. അപ്പോൾ ഇന്ന് ഇലക്ഷൻ്റെ ദിവസമായതുകൊണ്ട് തന്നെ ഷോപ്പില്ലായിരുന്നു കേട്ടോ, ഷോപ്പ് അടച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇക്ക ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ കടയിൽ കുറച്ച് പണിയുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് കടയിലുണ്ട്. അപ്പോൾ ഞങ്ങൾ മാത്രമാണ് കേട്ടോ സിനിമയ്ക്ക് വന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് സിനിമ കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് കടയിലോട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് കുറച്ച് അപ്പുറമായിട്ടാണ് ഞാൻ കട. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് നടന്നിട്ടാണ് കേട്ടോ പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ബേബിക്ക് ചായ വേണമെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ചായ കുടിക്കാൻ വേണ്ടി അകത്ത് കയറിയതാണ് കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ ഇവിടെ നിന്ന് നടന്നു പോകേണ്ട ദൂരം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ നടന്ന് തന്നെ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ കടയൊക്കെ അടച്ച് വരുന്ന വഴിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മന്തിക്കടയിൽ കയറിയാണ് കേട്ടോ. അവിടെ നോക്കുമ്പോൾ ഒടുക്കത്തെ തിരക്ക്, അപ്പോൾ ക്യൂ നിൽക്കണം. അപ്പോൾ ഞങ്ങൾ അതിന് മടുത്തിട്ട് ക്യൂ നിൽക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ വേറെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടോ. വേറെ ഷോപ്പിലോട്ട് കയറാൻ വേണ്ടി പോവാണ്. അപ്പോൾ മന്തി കഴിക്കാമെന്നായിരുന്നു കേട്ടോ വിചാരിച്ചത്. ഞാൻ വരുന്ന വഴിക്ക് തട്ടുകടയിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാമെന്നാണ് വിചാരിച്ചത്. ഇന്നെന്തോ തട്ടുകട ഒന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നാണ് കേട്ടോ ഫുഡ് കഴിച്ചത്. അങ്ങനെ ഇവിടെ കയറി ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് എല്ലാവരും നല്ല ക്ഷീണിച്ചു കേട്ടോ. പിള്ളേരൊക്കെ നേരത്തെ ഇറങ്ങിയതായിരുന്നു വീട്ടിൽ നിന്ന്. അപ്പം നാഫി ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്ത്. ഇക്കയും പെണ്ണും നെയ്ച്ചോറ്, നെബിലും ബിരിയാണി. ഞാനും നായിഫും അപ്പം ഓർഡർ ചെയ്തു കേട്ടോ. എനിക്കെന്തോ ബിരിയാണിയൊന്നും കഴിക്കാൻ തോന്നിയില്ല. അങ്ങനെ എൻ്റെ അപ്പം വന്നിട്ടുണ്ട്. നായിഫും അപ്പമായിരുന്നു കേട്ടോ, അപ്പവും ചിക്കൻ റോസ്റ്റും. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച്. നാഫി പിന്നെ എപ്പോഴും ബിരിയാണി തന്നെയാണ് കേട്ടോ ഓർഡർ ചെയ്യുക. പിന്നെ അങ്ങനെ വീടെത്തി. ഞാനിപ്പോൾ വീട്ടിൽ കയറി ഡ്രസ്സൊക്കെ മാറി ഒന്ന് ഫ്രഷായി. വേറെ പരിപാടിയൊന്നുമില്ല ഫുഡൊക്കെ കഴിച്ചുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി. പിന്നെ ഈ ഇരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് രാവിലെയൊക്കെ ഇലക്ഷൻ ആകുമ്പോൾ അമ്മ വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തു വിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ ഇവിടെ എത്തി. ഇനി അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.